എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. ഇതൊരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണ്ടാക്കും. അത്രയ്ക്കും ടേസ്റ്റുള്ള അടിപൊളി ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ. ഇവിടെ ഞാൻ ഒരു കപ്പ് സോയ ചങ്ക്സ് വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. തിളച്ച വെള്ളത്തിൽ ഒരു കപ്പ് സോയ ചങ്ക്സ് ഇട്ട് വെക്കുക. എന്നിട്ട് അതിനെ നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് സോയ ചങ്ക്സ് ആണിത്. അതുപോലെ 2 വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മസാല മിക്സ് ചെയ്തെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ ഒരു ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ശകല എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഇതിനെ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിനെ വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് നല്ലതായിട്ട് ഫ്രൈ ആയി വരികയും ചെയ്യും. ഉരുളക്കിഴങ്ങും സോയാ ചങ്ക്സും നല്ലതായിട്ട് വെന്തും കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇപ്പോൾ സോയാ ചങ്ക്സും ഉരുളക്കിഴങ്ങൊക്കെ നല്ലതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ലതായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിക്കകത്ത് ഇങ്ങനെ കിട്ടുമ്പോൾ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ബിരിയാണി സെറ്റ് ചെയ്യുന്ന പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിലോട്ട് 3 വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പകുതി വരെ ഇതിനെ അങ്ങ് വഴറ്റിയെടുക്കാം. സവാള പകുതി വരെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 6 അല്ലി വെളുത്തുള്ളിയും വലിയൊരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് നല്ലതായിട്ട് ചതച്ചെടുത്തതാണ്. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇവിടെ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. 3 ചെറിയ തക്കാളി അരിഞ്ഞെടുത്താണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പിടി മല്ലിയിലയും ഒരു 10 പുതിനയിലയും അതും കൂടെ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ചെറിയ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 5 ബീൻസും ഇതുപോലെ നീളത്തിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കി അങ്ങ് മിക്സ് ചെയ്യാം. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ 1.5 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നവരെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കട്ട തൈര് ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ക്യാരറ്റൊക്കെ ഒന്ന് വേവത്തക്ക രീതിയിൽ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് വലിയൊരു പട്ടയും അതുപോലെ 4 ഗ്രാമ്പു, 4 ഏലയ്ക്ക, 1 സ്റ്റാർ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും ശകലം പുതിനയിലയും അരിഞ്ഞതാണ്. അതും കൂടെ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് ഗീ വേണേലും ഒഴിച്ച് കൊടുക്കാമേ. ഒരു നാരങ്ങ പിഴിഞ്ഞത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ചോറിന് എത്രമാത്രം ഉപ്പ് വേണോ അതിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളം നല്ലതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ 250 ml കപ്പിൽ 4 കപ്പ് അരിയാണ് എടുത്തിരുന്നത്. അത് കഴുകിയിട്ട് അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു കേട്ടോ. ആ അരിയാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിരുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ വെള്ളം വെച്ചിരിക്കുന്നത്. വെള്ളം ഞാൻ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ചോറ് അവിടെ നിന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ക്യാരറ്റൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും അതുപോലെ സോയാ ചങ്ക്സ് ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കണ്ടില്ലേ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ക്യാരറ്റൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിത് 250 ml കപ്പിൽ 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് നിങ്ങൾക്ക് വേവിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കിതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് ഇതിനെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് മസാലയൊക്കെ ഉരുളക്കിഴങ്ങിലൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മളിതൊന്ന് ഇളക്കി ഇതൊന്ന് നിരത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ ചോറിൻ്റെ മുകളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ചോറ് ഒരു 90% വേവിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഒത്തിരി ചോറ് വെന്ത് കുഴഞ്ഞു പോവല്ലോ കേട്ടോ. ചോറിലിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് 1 ടീസ്പൂണ് നെയ്യിട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ സവാള വറുത്തെടുത്തതാണ്. അതിൻ്റെ മുകളിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കാഷ്നട്ടും കിസ്മിസും വറുത്തെടുത്തതാണ്. അത് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് തീ ഫുൾ കുറച്ച് വെച്ച് ഇതിനെ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്കിതിനെ വേവിച്ചെടുക്കാം. അന്നേരത്തേക്ക് ഇതിലോട്ട് എൻ്റെ ഫ്ലേവറൊക്കെ നല്ലതായിട്ട് പിടിക്കും. കണ്ടില്ലേ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൽ ചോറൊക്കെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. നമുക്ക് വെജിറ്റബിൾ ബിരിയാണി കഴിക്കാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കും. അത്രയ്ക്കും ടേസ്റ്റുള്ള അടിപൊളി വെജിറ്റബിൾ ബിരിയാണിയാണ്. മസാല ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. സലാഡ്, പപ്പടം, അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാത്തവർ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് മാത്രമല്ല കുട്ടികൾക്കും ഒരുപാട് ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.